കൂട്ടുകാരെ, ഞാൻ പ്രൊജക്ടറിനെ കുറിച്ച് പറയാം. നമ്മുടെയൊക്കെ നാട്ടിൽ 1000-510 വീടുകളിൽ മാത്രമേ പ്രൊജക്ടർ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ അത് എവിടെയെങ്കിലും പോയി കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നും. സിനിമ ടാക്കീസ് സിനിമ കാണുന്ന പോലെ. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. കുറച്ച് കാശ് കൊണ്ട് വാങ്ങാൻ പറ്റും. അതേപ്പറ്റി ഞാൻ പറയാം. വലിയ വലിയ പണക്കാര് വീട്ടിൽ പോയാൽ 5 ലക്ഷം 6 ലക്ഷം മുടക്കി അവർ ഹോം തിയേറ്ററിൽ പണിയാറുണ്ട്. ശരിക്കും അത്രയും കാശിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും 10,000-15,000 രൂപ 15,000 രൂപ കാശുണ്ടായാലും നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ബെഡ്റൂമിൽ ഒരു ഹോം തിയേറ്റർ ഉണ്ടാക്കാൻ പറ്റും. എല്ലാം ജോലി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ ഇരുന്നൊരു സമയം പോക്കുണ്ടേ. വീട്ടിൽ ഉള്ള ലേഡീസ് മൊത്തം TV-യിൽ സീരിയലും കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വല്ല ക്രിക്കറ്റോ ഫുട്ബോളോ മാച്ചിൽ വരുമ്പോൾ TV കാണാൻ നിവൃത്തിയില്ലാവും. എല്ലാവർക്കും സീരിയൽ കാണണം. അപ്പോൾ ഈ പ്രോജക്റ്റോട് നമ്മൾ മുറിയിൽ തന്നെ ഒരു ഹോം തിയേറ്ററിനേക്കാൾ സൂപ്പറാണ്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് സേവ്സോൾ കമ്പനിയുടെ പ്രൊജക്ടർ സ്ക്രീൻ, 110 ഇഞ്ച് വലുപ്പം. ഇത് ഏകദേശം നമ്മുടെ ഒരു ചുമരിൻ്റെ അത്രയും വലുപ്പത്തിൻ്റെ അടുത്തുണ്ട്. ഇത് കണ്ടോ, ഇത് ഈ ഗേറ്റ് കമ്പനിയുടെ പ്രോജക്ടറാണ്. ഇത് 4K പ്രോജക്ടർ, വെറും 14,000 രൂപ മാത്രം. വളരെ നല്ല ക്വാളിറ്റിയും ഉള്ള ചിത്രങ്ങൾ ഇതിന് കിട്ടും. നമുക്കിനി ഈ പ്രോജക്ടർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഇത് USB കണക്റ്റിങ്, ഇത് HDMI കണക്റ്റിങ്, ഇത് പവർ കണക്റ്റിങ്. ഈ USB HDMI കണക്ട് ഇത് TV പോലെ മൊത്തം കണക്ട് അതില്ലാണ്ടും പറ്റും. ഇത് ആൻഡ്രോയിഡ് പ്രോജക്ടറാണ്. അതുകൊണ്ട് സൂപ്പറായിരിക്കും. ആണ് ഇതിൻ്റെ പ്രോജക്ടറിൻ്റെ റിമോട്ട് കൺട്രോൾ. ഇപ്പോൾ റൂമിൽ ജനലുകൾ മറിച്ച് ഇരുട്ടാക്കിയിരിക്കുകയാണ്. സിനിമ തിയേറ്ററിലെ പോലെ ഒരു അന്തരീക്ഷം. ഇത് കണ്ടോ, സ്ക്രീൻ കണ്ടോ, മങ്ങിയ വെളിച്ചം. ഇങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ ഇത് കാണാൻ പറ്റുള്ളൂ. പകൽ സമയത്ത് TV പോലും ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ജനലുകൾ മറിച്ചാൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും. ഇതിങ്ങനെ തിരിച്ച് നമ്മുടെ ഇഷ്ടം പോലെ പല ആംഗിളുകളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ പ്രോജക്ടർ ഓണാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോ സുമാവും. ഇത് കണ്ടോ, ഇപ്പോൾ പ്രോജക്ടർ ഓണാണ്. ഇടാൻ പോവാ, ഇതാ കണക്ഷൻ കൊടുക്കാൻ പോവാ. നമ്മൾ സെറ്റിങ്സ് ചെയ്തേക്കാം. അത് തന്നെ സെറ്റിങ്സിൽ വൈഫൈ കണക്ട് കൊടുക്കാം. നമ്മുടെ ഫോണിൽ നിന്ന് കണക്ട് കൊടുക്കാവുന്നത്. ഫോണിൻ്റെ ഹോട്ട്സ്പോട്ട് വഴി നമുക്ക് കണക്ഷൻ കൊടുക്കാം. കണ്ടോ, ലാലു അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണക്റ്റഡ്. ലാലു കണക്റ്റായി. ഇനി ബാക്ക് എടുക്കാം വൈഫൈ. ഇത് കണ്ടോ, ഇതിൽ ഈ ആപ്പുകളെല്ലാം ഉണ്ട്. നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, ഡിസ്നി, യൂട്യൂബ്, അങ്ങനെ എല്ലാ തരം ആപ്പുകളും ഇത് കിട്ടും. എല്ലാം നമ്മൾ ചാർജ് ചെയ്ത് നമുക്ക് പുതിയ സിനിമകളെല്ലാം ഇതിൽ കാണാം. ഞാനിപ്പോൾ ഇതിൽ യൂട്യൂബ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ട് ഇടണം. ഒരു അക്കൗണ്ട് ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ. ഇത് സെർച്ച് ചെയ്യാം. യൂട്യൂബ് സാധാരണ മൊബൈൽ ഫോണിൽ സെർച്ച് ചെയ്യുന്ന പോലെ ഈ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. കേട്ടോ, സിനിമ തിയേറ്ററിൽ കാണുന്ന അതേപോലെ തന്നെ നല്ല ക്ലാരിറ്റിയിൽ സിനിമ കാണാൻ പറ്റും. സൂപ്പറായിരിക്കും ഇത് കാണാൻ. വോളിയം ആവശ്യത്തിന് കൂട്ടി വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വീഡിയോസും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കാണാം. സിനിമ തിയേറ്ററിലെ പോലെ തന്നെ ഇതിൽ കാണാം. അത് വലിയ കാശുകാർക്ക് മാത്രമല്ല, ഇനി ഈ വീഡിയോ ബാക്ക് എടുത്തിട്ട്
ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും നമുക്ക് മൊബൈൽ ഫോണിൽ നിന്ന് സ്ക്രീൻ മിററിംഗ് വഴി ഇതിൽ കാണാൻ പറ്റും. കാണിച്ചു തരാം. നമ്മുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലും ഫോണിലുള്ള കാര്യങ്ങൾ മിറക്കാറ്റ് വഴി മൊത്തം പ്രൊജക്ടറിൽ കാണാൻ പറ്റും. അതിൽ ആദ്യം ആപ്പ് സെറ്റിങ്സിലേക്ക് പോകണം. അതുകൊണ്ടോ മിറക്കാറ്റ് ആപ്പ്. മിറക്കാറ്റ് ആപ്പ് ഓണാക്കിയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലും മിറക്കാറ്റ് ആപ്പ് ഓണാക്കണം. ഫോൺ സെറ്റിങ്സിൽ മിറക്കാറ്റ് കണക്ഷൻ ഓണാക്കേണ്ടോ?